ഇന്ന് രാവിലെ തന്നെ ഗവൺമെൻറ് ആ സോഷ്യൽ മീഡിയ ബാൻ ഏകദേശം 26ഓളം അമേരിക്കൻ വെബ്സൈറ്റ് ആപ്പുകളാണ് അത് മുഴുവനും ബാൻ മുഴുവനും റിവോക്ക് ചെയ്തു. അതായത് അത് നിലവിൽ വന്നു. ഈ സമയത്ത് മനസ്സിലാക്കേണ്ടത് ചൈനീസ് ഉടമസ്ഥയിലുള്ള ടിക്ടോക്കും മറ്റുള്ള സംഭവത്തിനും അവിടെ ബാൻ ഇല്ലായിരുന്നു. അമേരിക്കൻ കമ്പനികൾക്കെതിരെയാണ് ബാൻ വന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ പേര് ഉപയോഗിക്കുന്നത് ഈ അമേരിക്കൻ ബേസ്ഡ് ആപ്പുകൾ. ഇന്ത്യയിലും അങ്ങനെ തന്നെയാണ്. ഏറ്റവും കൂടുതൽ പേര് ഉപയോഗിക്കുന്നത് ഈ പറയുന്ന ഈ സംഘപരിവാറൊക്കെ അമേരിക്കയെ പറ്റി പറയുമ്പോൾ അമേരിക്കയുടെ ആപ്പിലും അവൻ്റെ പ്ലാറ്റ്ഫോമിലും ഇരുന്നാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പം ഇത് മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട്. ഈ അജിറ്റേഷൻ, അതായത് ഡെഡ്ലി അജിറ്റേഷനാണ് നേപ്പാളിൽ നടന്നത്. അവരുടെ പാർലമെൻറ്റ് ബിൽഡിംഗ് സ്റ്റോം ചെയ്തു, അതിൻ്റെ അകത്ത് കയറി അവിടുത്തെ ഗവൺമെൻറ് ഓഫീസുകൾ അടിച്ചു പൊളിച്ചു, പല ഗവൺമെൻറ് ജീവനക്കാരെ തടവിലാക്കി, പോലീസിനൊന്നും ചെയ്യാൻ പറ്റാതായി. അതാണ് ഡെഡ്ലി അജിറ്റേഷൻ എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ പിന്തുണയോടുകൂടി ചെയ്തതേ അല്ല ഇത്. അവിടെ ഒരു ആൻറ്റി കറപ്ഷൻ മൂവ്മെൻ്റ് ഉണ്ടായി. ആ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ സംഭവം ഉണ്ടായത്. നിങ്ങൾക്കറിയാം, ആം ആദ്മി പാർട്ടി തുടക്കത്തിലുണ്ടായത് ആൻറ്റി കറപ്ഷൻ മൂവ്മെൻ്റാണ്, ഇന്ത്യ അഗേൻസ്റ്റ് കറപ്ഷൻ. ആ മൂവ്മെൻ്റാണ് ബേസിക്കലി മൻമോഹൻ സിംഗിൻ്റെ മന്ത്രിസഭയെ താഴെ ഇട്ടത്.